ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് എങ്ങനെയാണ് റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കണ്ടെത്താനായിട്ടൊക്കെ ഈ ഒരു റെസ്യൂം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് എങ്ങനെയാണ് നല്ലൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതൊരു A4 സൈസിലുള്ള ഡോക്യുമെൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഇൻസേർട്ടിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷേപ്പ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഷേപ്പിനകത്ത് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് താഴെ വരെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു സ്പേസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഫിൽ കളറിൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിന് ഡാർക്ക് ഗ്രേ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിന് ഇവിടുന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഷേപ്പിന് ഇവിടെ ഔട്ട്ലൈൻ കളർ ഉണ്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് നോ ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തേക്ക് ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടേക്ക് റൗണ്ട് ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ഇൻസേർട്ടിൽ പോവാം. ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് യൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റൗണ്ട് ഷേപ്പ് കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ കിട്ടുന്നതാണ്, സ്ട്രെച്ചായി പോകാതെ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തേക്ക് ഒരു ഫോട്ടോനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർമാറ്റ് ഷേപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിനകത്ത് ഫോർമാറ്റ് ഷേപ്പ് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ഫില്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം വന്നുള്ള പിക്ചർ ഓർ ടെക്സ്ചർ ഫില്ല് സെലക്ട് ചെയ്യാം. ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ ചൂസ് ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ലൊക്കേഷനിൽ പോയതിനു ശേഷം ഇതുപോലെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻസേർട്ട് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫോട്ടോ ഈ ഒരു ഷേപ്പിനകത്ത് പ്ലേസ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോട്ടോയുടെ സൈസ് കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റ് ആക്കാം. വീണ്ടും നമുക്ക് ഫിൽ ഓപ്ഷനകത്ത് പോവാം. ഈ ഒരു ഫോട്ടോയുടെ ഹൈറ്റാണ് നമുക്ക് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മുകളിൽ നിന്നാണ് ഇത് സ്ട്രെച്ച് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടോപ്പിനകത്ത് വാല്യൂ മാറ്റി കൊടുക്കാം. ഇവിടെ നമുക്കൊരു -15% കൊടുത്ത് നോക്കാം. അതുപോലെ ഞാനിവിടെ ബോട്ടം വാല്യൂ മാറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു -25 കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ ഷേപ്പിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ സ്ട്രോക്ക് കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോർമാറ്റിൽ പോവാം. ഇവിടെ നമുക്ക് ഷേപ്പ് ഔട്ട്ലൈൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇൻസേർട്ടിൽ പോവാം. ഇവിടെ നിന്ന് ഞാൻ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രോ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഫോർമാറ്റ് ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല. ഇവിടെ നിന്ന് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് താഴെ വരെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ താഴെ വരെ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഒരു റെസ്യൂമിന് ആവശ്യമായിട്ടുള്ള ഡെമ്മി ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ ഒരു നോട്ട് പാഡിനകത്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഷേപ്പിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ പേസ്റ്റിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള Ctrl+V പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിനകത്ത് കോമൺ ആയിട്ടുള്ള ഏരിയൽ ഫോണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. 12 കൊടുക്കാം നമുക്ക് ഇവിടുന്ന്. ഇനി നമുക്ക് ഓരോ ഡീറ്റെയിലിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് അതിൻ്റെ ഫോണ്ട് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് നെയിം സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു നെയിമിന് ഇവിടുന്ന് ഏരിയൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ഈ നെയിം അല്പം ബോൾഡായിട്ട് തന്നെ കാണണം. അതുപോലെ ഞാൻ ഇവിടെ ഒരു ഫോണ്ട് സൈസ് 20 കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു നെയിമിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്പം കൂടുതലാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ലൈൻ സ്പേസ് ഓപ്ഷനിൽ പോകാം. ഇവിടെ നമുക്ക് 1.0 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പാരഗ്രാഫിൻ്റെ ഇടയിലുള്ള സ്പേസ് റിമൂവ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഒരു ഡെസിഗ്നേഷൻ്റെ സൈസ് നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു 16 കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു നെയിമിനും ഈ ഡെസിഗ്നേഷനും ഇടയിൽ കുറച്ച് സ്പേസ് കൂടുതൽ കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം സെൻട്രൽ അലൈൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് Ctrl+A പ്രസ് ചെയ്തുകൊണ്ട് ഈ ഡീറ്റെയിൽസിനെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ അലൈൻമെൻറ്റ് ഓപ്ഷനിൽ സെൻറ്റർ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കളറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഫിൽ ഓപ്ഷനിൽ പോകുന്നുണ്ട്. നമുക്കിവിടുന്ന് നോ ഫില്ല് സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കൂടി ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് ഡീറ്റെയിലിനെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് അല്പം ഒന്ന് സൂം ചെയ്യുന്നുണ്ട്.
നമ്മൾ ഈ ഒരു വേർഡിനകത്ത് സൂം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൗസിന്റെ സെന്ററിലുള്ള വീല് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ സമ്മറിയുടെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എബൌട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമ്മറിക്ക് ചുറ്റുമായിട്ടൊരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ബോർഡർ ഓപ്ഷനിൽ പോവാം. ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സമ്മറിക്ക് ചുറ്റുമായിട്ട് ഇവിടെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ബോർഡറിനകത്തായിട്ട് വൈറ്റ് കളർ ഫില്ല് കൂടി കൊടുക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റിന് ഡാർക്ക് ഗ്രേ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ടൈറ്റിലൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇനി വരുന്ന എല്ലാ ടൈറ്റിലും നമുക്ക് ഈ ഒരു സമ്മറി പോലെ തന്നെ അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ അല്പം സ്പേസ് കിടക്കുന്നുണ്ട്, നമുക്ക് ഈ ഒരു സ്പേസിനെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതിന് ഞാൻ ഫോണ്ട് 16 കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ കൊടുക്കാം. ഇവിടുന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ടെക്സ്റ്റിന്റെ കളർ ഡാർക്ക് ഗ്രേ ആയിട്ട് മാറ്റാം. ഈ അഡ്രസ്സിന് നമുക്ക് ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്പേസ് വരുന്നുണ്ട്, നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ ഞാൻ ഫോണിന് ബോൾഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഇമെയിലിന് മുൻപായിട്ട് ഇവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. ഇനി അടുത്ത ടൈറ്റിലായിട്ട് വരുന്ന ലാംഗ്വേജസ് ആണ്. നമുക്കിതും ആ മുകളിൽ സമ്മറി കൊടുത്ത പോലെ തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ഇവിടെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ലൈൻ സ്പേസിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 1.0 സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഓരോ വേർഡിന് ശേഷമുള്ള സ്പേസ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ സബ് ടൈറ്റിലിനും ഇടയിൽ അല്പം സ്പേസ് കൊടുക്കാം. ഈ ഒരു ഫോണിന് മുൻപായിട്ട് നമുക്ക് അല്പം സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇമെയിലിന് മുൻപ് നമുക്ക് അല്പം സ്പേസ് ആഡ് ചെയ്യണം. ഈ ഡീറ്റെയിൽസിന് ഇടയിലുള്ള സ്പേസ് റിമൂവ് ചെയ്യാം. അതുപോലെ ലൈൻ സ്പേസ് നമുക്ക് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു 1.15 സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിന് അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഷേപ്പിനകത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടേക്ക് വീണ്ടും ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഇൻസേർട്ടിൽ പോവാം. വീണ്ടും ഞാൻ ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രോ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഏരിയയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ട് സൈസ് 12 ആണ്. നമുക്ക് 12 കൊടുക്കാം. ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ഫിൽ കളറും അതുപോലെ ഔട്ട്ലൈൻ ഒക്കെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈറ്റിലുകളും അല്പം ബോൾഡാക്കി ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കാം. ഞാനിവിടെ ഹോമിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 16 ഫോണ്ട് സൈസ് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ കൂടി കൊടുക്കാം. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ബോൾഡാക്കി കൊടുക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള കോഴ്സ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ബോൾഡാക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിന് ഇടയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഇടയിലുള്ള സ്പേസ് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ താഴേക്ക് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് എക്സ്പീരിയൻസും ബോൾഡ് ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ കൂടി കൊടുക്കാം. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് ബോൾഡാക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് നമുക്കിവിടെ ബുള്ളറ്റ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബുള്ളറ്റ് ലൈബ്രറിയിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബുള്ളറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത എക്സ്പീരിയൻസ് നമുക്ക് ബോൾഡ് ചെയ്യാം. അതുപോലെ അടുത്ത ഡീറ്റെയിൽസിന് ഞാനിവിടെ ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്.
നമുക്ക് ഈ ഒരു ഫ്രെയിമിന് ശേഷം അല്പം സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഈ മുകളിലുള്ള ഫ്രെയിമിന് ശേഷം അല്പം സ്പേസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൈറ്റിലും ഫോണ്ട് സൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 6 സ്കിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 6 സ്കിൽസിനെ നമുക്ക് ഇവിടെ 2 കോളമായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇവിടെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്കിൽസിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇൻസേർട്ടിൽ പോവാം. ഇവിടുന്ന് ഞാൻ ടേബിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 കോളവും 3 റോയും ഉള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 2x3 ടേബിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഓരോ റോയ്ക്കകത്തും സ്കില്ലുകൾ കോപ്പി ചെയ്ത് വെക്കാം. ഇനി അടുത്ത സ്കില്ലും കോപ്പി ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്കില്ലുകളുടെ പുറത്തുള്ള ബോർഡർ ആവശ്യമില്ല, നമുക്കത് റിമൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് നോ ബോർഡർ സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഓരോ സ്കില്ലിനും ബുള്ളറ്റ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബുള്ളറ്റ് ലൈബ്രറിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ബുള്ളറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ടേബിളിൻ്റെ വിഡ്ത്ത് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള സ്പേസും ഞാൻ അല്പം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ സ്കില്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൈറ്റിൽ ബോൾഡ് ചെയ്യാം. അതുപോലെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബോർഡർ കൂടി കൊടുക്കാം. ഇനി അടുത്ത ഹൈലൈറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസും നമുക്ക് ബോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് വരുന്ന ഹോബീസ് ആണ്, അത് നമുക്ക് ബോൾഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ റെസ്യൂം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പുതിയൊരു പേജ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ടൈറ്റിലുകൾക്ക് ബോർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഗ്രേ കളറിലുള്ള ചെറിയൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റെസ്യൂം ഈ ഒരു സിംഗിൾ പേജിനകത്ത് നിർത്തുകയാണ്. ഇനി നമുക്ക് ഈ ഒരു റെസ്യൂമിനെ വേർഡ് ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാം. അതിനുശേഷം PDF ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണം. സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ വേർഡ് ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സേവ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് സേവ് ആസ് സെലക്ട് ചെയ്യാം. ഞാൻ റീസെൻ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടുള്ള ഫോൾഡറിലേക്കാണ് ഇവിടെ ഫയൽ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന ബ്രൗസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സേവ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് PDF സേവ് ചെയ്യാനായിട്ട് വീണ്ടും ആ ഫയലിൽ പോകാം. ഇവിടെ ഞാൻ സേവ് ആസ് വീണ്ടും സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സെയിം ലൊക്കേഷൻ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ സേവ് ആസ് ടൈപ്പ് എന്നുള്ളതിനകത്ത് PDF ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സേവ് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ വീടിനകത്ത് ചെയ്തിട്ടുള്ള റെസ്യൂം PDF ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോബിനായിട്ട് കൂടുതലായിട്ടും ഇതുപോലുള്ള PDF ഫോർമാറ്റിലുള്ള റെസ്യൂം ആയിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു റെസ്യൂം ഡൗൺലോഡ് ചെയ്യാനുള്ള വേർഡ് ഫയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വേർഡ് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസ്യൂം നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചാനലിൽ വരുന്ന മറ്റ് വീഡിയോസുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാം.